നമസ്കാരം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ സന്ദർശനത്തിന് പിന്നാലെ മറ്റൊരു രാഷ്ട്ര നേതാവ് കൂടി ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് ഇന്ത്യ സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തി. മുംബൈയിലും ദില്ലിയിലുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. മാർച്ച് 2 വരെ അദ്ദേഹം ഇന്ത്യയിൽ തുടരും. വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തും. പ്രതിരോധ രംഗത്തും വ്യാപാര രംഗത്തുമൊക്കെ സുപ്രധാനമായ കരാറുകളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇതിനൊക്കെ അപ്പുറം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏതാണ്ട് ഇല്ലാതായിപ്പോയ, മുറിഞ്ഞുപോയ ആ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കലായിരിക്കും ഈ സന്ദർശനത്തിലൂടെ നടക്കുക. കാരണം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ കാനഡയിലെ ഖാലിസ്ഥാൻ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഇന്ത്യക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണം അവർ ഉന്നയിക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഖാലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അന്ന് കാനഡ ഇന്ത്യക്കെതിരെ പോരിന് വന്നത്. എന്നാൽ തെളിവുകൾ ഇന്ത്യ ആവശ്യപ്പെട്ടു. പക്ഷേ തെളിവുകളൊന്നുമില്ല, ഇൻ്റലിജൻസ് വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അന്നത്തെ കാനഡയുടെ നിലപാട്. തെളിവുകൾ നിരത്താൻ കാനഡയ്ക്ക് സാധിച്ചിട്ടില്ല. ഇന്ത്യ സ്വന്തം നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ ഒന്നും തന്നെ പുറത്തു വന്നില്ല. അതിനുശേഷമാണ് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത്. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല. അവിടെ മറ്റൊരു പ്രധാനമന്ത്രി വരുന്നു. ആ പ്രധാനമന്ത്രിയാകട്ടെ ഇപ്പോൾ ഇന്ത്യയുമായി വളരെ ആവുകയാണ്. കാരണം കാനഡയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെയധികം മോശമാണ്. വ്യാപാര രംഗത്ത് അത് കാനഡയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് മറ്റ് വിപണികൾ തേടിപ്പോകേണ്ടതുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ഒരു നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ കാനഡയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന ഒരു ലോക സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ്, അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നടത്തിയ ഒരു ചെറിയ വിവരണത്തിൽ ഇന്ത്യ ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തിൽ പങ്കാളികളല്ല, വിദേശ ഇടപെടലുകൾ തടയാൻ രാജ്യത്ത് ഫലപ്രദമായ സംവിധാനമുണ്ട്, അങ്ങനെ ഒരു നീക്കമൊന്നും ഇന്ത്യ നടത്തുന്നില്ല എന്നാണ് കാനഡ ഔദ്യോഗികമായി പറഞ്ഞത്. ഇത് തീർച്ചയായും അവിടുത്തെ ഖാലിസ്ഥാൻ സംഘടനകളെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും ഖാലിസ്ഥാൻ കനേഡിയൻ സർക്കാരിനെ കൊണ്ട് ഇന്ത്യക്കെതിരെ പറയിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും അടുത്ത കാലത്ത്. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി കനേഡിയൻ സർക്കാരിന് മേൽ ഈ ഖാലിസ്ഥാൻ സംഘടനകൾ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്, സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ സർക്കാർ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തുകയും അദ്ദേഹം ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വ്യാപാര ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയുമായി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തേക്കും. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വളരെയധികം സുപ്രധാനമാണ്. കാരണം അമേരിക്ക പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാരം പ്രധാനമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇന്ത്യക്കെതിരെ കാനഡയിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് തടയിടാൻ കനേഡിയൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യമായിരിക്കും ഇന്ത്യ ഉന്നയിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാനഡയുടെ അവസ്ഥയനുസരിച്ച് കനേഡിയൻ മണ്ണിൽ ഖാലിസ്ഥാനികളെ ഓടിക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കിയതിന് ശേഷമാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത് എന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. എന്നായാലും കാനഡയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ വിഘടനവാദ പ്രവർത്തനം നടത്താം എന്ന പലരുടെയും ആഗ്രഹം വരും ദിവസങ്ങളിൽ പൊലിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.